ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കിടുക്കാച്ചി ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവിടെ പോയപ്പോൾ അവരുണ്ടാക്കി തന്ന ഒരു സാധനം. അത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പം എപ്പോഴും ഈ തൃശ്ശൂരാണ് അവരുടെ വീട്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ വീട്ടിൽ പോയിട്ടാണ് അവരെ അടുത്തേക്ക് പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പം തലേന്ന് രാവിലെ നമ്മൾ തലേന്ന് ചെന്നാൽ രാവിലെ വെളുപ്പിലേ നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അവരുണ്ടാക്കി തന്നൊരു സ്ഥലം. നമ്മളൊന്നും ഇതേ രീതിയിലല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അവരുടെ ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ അതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറൊന്നുമല്ല, അരിപ്പുട്ടും കറുത്ത കടലക്കറിയും, വെള്ളയല്ല കറുത്ത. അപ്പം അതിനായിട്ട് ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഈ ബൗളിനകത്ത് അത്ര എടുത്തിട്ടുണ്ട്. അത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കണം ആദ്യം, പിന്നെയാണ് കലാപരിപാടികൾ കിടക്കുന്നത്. മനസ്സിലായി? അപ്പം നമുക്ക് വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ടിട്ട് ഇവിടോട്ട് വേവിക്കാൻ വെക്കാം. അത് ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചാൽ അപാര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. ഈ അടുപ്പിലോട്ട് ഇത് സൂപ്പർ ഐറ്റമാണ്. ഇനിയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നതും വേറെ ഒരു സ്റ്റൈലില്ല. പുട്ടുണ്ടാക്കുന്ന ഞാൻ ആരും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. വേവുമ്പോഴത്തേന് നമുക്ക് കാര്യങ്ങൾ സൂപ്പറാക്കാം. ഈ ഒരു ഫുള്ളും വെളുത്തുള്ളിയും കൂടിട്ടും ചൂടായി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേന് നമുക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടയ്ക്കാൻ പോവുക, ഉപ്പിട്ടു. ഓക്കെ, നമുക്ക് അടച്ച് ആവി വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇത് വേവുമ്പോഴത്തേനും ഈ രീതിയിൽ വെക്കാൻ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് മാത്രമേ ഇങ്ങനെ വെക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. കാരണം ഇത്തിരി പണിയാണിത്. ഞാൻ കുറേ ഒരു മുറി തികച്ചില്ല, അത്രയും തേങ്ങ തിരിങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുക്കാം. കുറച്ച് മതി, ഒത്തിരി തേങ്ങ വേണ്ടേ. അപ്പം ഞാൻ ഇത് വറന്ന് വരുന്ന സമയം കൊണ്ട് വേറെ ഒരു പരിപാടിയുണ്ട്. ഇത് നമ്മൾ ഈ വറുക്കുന്നത് കടലക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇനി ചെയ്യുന്നത് പുട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവം ഞാൻ ഇനി ചെയ്യുന്നു. ഇവിടുന്ന് അത് വറന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കാം. ഇച്ചിരി ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാം. ഇത് പുട്ടിന് വേണ്ടിയിട്ടാണേ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് കണക്കൊന്ന് വെച്ച് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഉള്ളിയും അരിഞ്ഞ് അത് തേങ്ങയും വറുത്തൊക്കെ നിങ്ങളെ കാണും. കൂടുതലും ഞാനിത് ഓഫാക്കി എന്താണെന്നറിയാം, കുക്കറിനകത്ത് വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് നല്ല പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ തേങ്ങ വറുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തതിനകത്ത് ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് എത്ര എടുക്കുന്നു അതിൻ്റെ ഇരട്ടി ഞാൻ മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്. ഇനി ഇതിനകത്ത് ഒരു പിഞ്ച് നമ്മുടെ ഗരം മസാല ഇടണം, ഒരു പിഞ്ച് കേട്ടോ. അപ്പം ഗരം മസാലയാണിത്, അതും കൂടണം. വളരെ കുറച്ച്, അല്ലെങ്കിൽ ഗരം മസാല നമ്മുടെ കടലയ്ക്കകത്തൊരു കുത്തും ഇത് വരും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനകത്തിട്ട് വറുക്കുന്നത്. നമ്മൾ ഗരം മസാല ഇവിടെ പൊടിക്കുന്നത് നമ്മൾ ഒരുപാടങ്ങ് വറുത്തിട്ടല്ല, ചുമ്മാ ഒന്ന് ചൂടാക്കത്തല്ലേ ഉള്ളൂ. ഒത്തിരി വറുത്തിട്ടല്ല നമ്മൾ പൊടിക്കുന്നത്. അതുകൊണ്ട് അപ്പം ഞാൻ നല്ല ഇത് കൈയെടുക്കാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയാൽ കഴിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കുക. അപ്പം നല്ല സൂപ്പറായിട്ട് ഞാൻ കണ്ടല്ലേ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കണം. തണുക്കുമ്പോഴത്തേനും
ഞാൻ പറഞ്ഞല്ലോ പുട്ടിനാവശ്യമായ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് അരിഞ്ഞിടുക മാത്രമല്ല ചെയ്യുന്നത്, നോക്കിക്കോണം. കുറച്ചൊന്ന് അരിയുക, അത് തണുക്കുമ്പോഴത്തേന് നമുക്ക് ഈ പരിപാടി ചെയ്തു വെക്കാം. കുറച്ചൊന്നിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് പിന്നെ പണിയുണ്ട്. അരിയുന്നതെന്ന് വെച്ചാൽ എനിക്കിതിനെ കൈ വെച്ച് കുത്തി ഉടച്ച് ഇതിനെ പരുവാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഇതേ കണക്ക് ഒറ്റ പ്രാവശ്യം ഇത് ചെയ്ത് നോക്കണേ. നല്ല ജീരകം ഇല്ലേ, നമ്മുടെ ചെറിയ ജീരകം, അത് ഇത് അറിയാമല്ലോ, സ്പൂൺ കണ്ടല്ലേ, ഇതിനൊരു 2 സ്പൂൺ എടുത്ത്. ഞങ്ങൾക്ക് മാത്രം 2 കുറ്റി പുട്ടുണ്ടാക്കത്തില്ല, 1.5. ഇനിയാണ് ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഉടച്ച് ഇതിനകത്ത് നല്ല പരുവാക്കണം. കാരണം ഈ ഉള്ളിയുടെ ഒരു നനവ് കൊണ്ട് ഇതും ശരിയാവും. അപ്പം അങ്ങനെ ഉടയ്ക്കുന്നതിന് കുറച്ച് ടൈം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ തരം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇതിന് മുതിരാവൂ. ഇതൊന്ന് നോക്കേ നിങ്ങൾ, ഞാൻ ഏത് പരുവാക്കിയെന്ന്. ഇതിനെ കുത്തി ഉടച്ച് നല്ല പരുവാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ നമ്മുടെ പുട്ടിൻ്റെ മാവിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പുട്ടിൻ്റെ മാവിട്ട് കൊടുക്കാം. മൈദ മാവ്, കടലമാവ് ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും. ഇതിന് ധാരാളം ഇതിനകത്തെ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഞെവിടിയതിന് ശേഷം മാത്രമേ നനയ്ക്കാവൂ. നല്ലപോലെ തേങ്ങ ഇടണം. അത്രയും തേങ്ങ നമുക്ക് ഒരു കുറ്റി പുട്ട് ഒരിച്ചിരിയും കൂടെ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. അതിനാണ് ഞാൻ ഇത്രയും തേങ്ങ ഇരിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കഴന്നൊക്കെ വീണിട്ടുണ്ട്. ചില്ലിനകത്ത് ഇടാൻ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ച് എന്നിട്ട് സാധാരണ ഇത് നമ്മളിത് നല്ലതുപോലെ തേങ്ങ ഇട്ടതൊന്ന് ഇതിനകത്തൊന്ന് ഞെവിടിയിട്ട് നമുക്ക് സാധാരണ പുട്ടിന് ചെയ്യുന്നത് കണക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ഉപ്പും കൂടെ എടുത്തോട്ട് ഞാൻ പുട്ടിനാവശ്യമായ ഉപ്പേ അതിട്ട്, പിന്നെ ഈ ഉള്ളിയും ജീരകവും കൂടെ ആക്കുന്ന സമയത്ത് വേണമെങ്കിൽ തേങ്ങ ഇടാൻ കേട്ടോ. ഇതിപ്പോൾ ഉപ്പൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് കുഴയ്ക്കണം. കുറേശ്ശെ എന്നോട് ആരോ ചോദിച്ചേതോ കൊച്ചുങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു പുട്ടിന് കുഴയ്ക്കുന്നത് എങ്ങനെയാണ്. സാധാരണ പുട്ടുണ്ടാക്കാനാണെങ്കിൽ ഇതാ പുട്ടിൻ്റെ മാവെടുത്ത് ഉപ്പിട്ട് വരവി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇങ്ങനെ ആക്കി കൊണ്ടുവരിക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലർ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് ലേശത്തിന് വെള്ളവും ഒഴിച്ചിട്ട് പൾസ് ചെയ്താൽ മതി. കുറേശ്ശെ മൊത്തം മാവും കൂടെ ഇടരുത്. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ കുറേശ്ശെ മതി. അപ്പോൾ അവർക്ക് ഒറ്റ ട്രിപ്പായിട്ട് ആക്കിയാലും വലിയ പ്രശ്നമില്ല. ഒരുപാട് അംഗങ്ങളുള്ള വീടുകളിൽ അങ്ങനെ ചെയ്യരുത്. നല്ല കിടുക്കാച്ചിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം, കണ്ടല്ലേ. ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ ആറിയിട്ട് അതിനെ കുറച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചൊന്ന് പൊടിക്കുക. കുറച്ച് പൊടിച്ചതിന് ശേഷം നമ്മുടെ ജാറിനകത്തിട്ടിട്ടേ കുറച്ച് പൊടിച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ചാൽ നല്ലപോലെ നമ്മുടെ കടലയാണിത് നന്നായിട്ട് പുട്ടുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ തവി വെച്ച് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇച്ചിരി ഒന്ന് ഉടച്ചു കൊടുക്കും. ഇനി ഇതിനകത്ത് അധികം വെള്ളം ചേർക്കാൻ നിൽക്കണ്ട, കാരണം നമ്മൾ വെള്ളം ചേർത്ത് ആക്കിയേക്കുന്നത് കൊണ്ട് വെള്ളം ചേർക്കണ്ട. ഗ്യാസ് ഓണാക്കി കൊടുക്കണം. ഇത് നമുക്കിതിനകത്ത് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ രീതി പറഞ്ഞു തന്നാൽ മതിയല്ലോ.
ഒരു നുള്ളു വെള്ളം ഞാനൊന്ന് ഒഴിക്കും. ഒഴിച്ച് നിന്ന് കഴുകാൻ വേണ്ടിയിട്ട് മാത്രം, ജാറ് കഴുകാൻ. എന്നിട്ട് ഇതിൻ്റെ അടപ്പിനകത്തും ഉണ്ടല്ലോ, ഇത് അടച്ചിട്ട് ഒന്ന് കുലുക്കിയാൽ മതി. ഒന്ന് കുലുക്കിയാൽ എല്ലാം നല്ലപോലെ ആവും. നന്നായിട്ടായിട്ടുണ്ട്, അതങ്ങ് ഒഴിക്കാം. ഓക്കെ, ഇനി അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓണാക്കി കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ കണ്ടല്ലേ, നന്നായിട്ട് കുഴച്ച് അടച്ച് വെച്ചിരുന്നതാണ്, കണ്ടല്ലോ നിങ്ങൾ. അപ്പം അതിനെ ഇനി നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള ഇതില്ലേ, അല്പം കടുക് താളിച്ചിടാം നമുക്ക്. ഇതിനകത്ത് ധാരാളം തേങ്ങ ഇടുന്നത് നല്ലതാണ് കേട്ടോ, ടേസ്റ്റിന് നല്ലതാണ്. പക്ഷെ ആദ്യം ചില്ലിനകത്ത് തേങ്ങ ഇടണം. ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെച്ച് അടച്ച് വെച്ചിരുന്ന എളുപ്പം ഒന്നാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 1-1.25 കുറ്റിപ്പുട്ടുണ്ടാക്കാൻ ഉള്ള മാവാണ് ഞാൻ എടുത്തത്. അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഇത് നന്നായിട്ടാവുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ചേർത്തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണേ. ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. കടുക് വറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ, അത് നമുക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോ ഈ 3 അടുപ്പും അപ്പം നമുക്ക് വെച്ചാലേ ഉപയോഗിച്ചാൽ പടപടാ ജോലികൾ തീരും. 8 വിസിൽ കേൾപ്പിച്ച് കടുക് കടുക് പൊട്ടിയത് കണ്ട. നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഒന്ന് ആവട്ടെ, പുട്ടിന് ആവി വന്ന് കുറച്ചൊന്ന് വേവട്ടെ. ഓക്കെ, കാരണം ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അല്ലേ അതിനകത്ത്, അപ്പം അതൊന്ന് വേകണം. എന്താ ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ടാക്കാമെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് പൊന്തത്തില്ല. കടലക്കറി റെഡി, നമ്മുടെ പുട്ടും റെഡി. ഞാൻ പുട്ട് കുത്തിയിട്ട് കാണിക്കേ, കാണിച്ചു തരാം. കണ്ടല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല സുന്ദര ഭയങ്കര രുചിയുള്ള സാധനം ഇത്. അപ്പം അത് കണക്ക് നിങ്ങളും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.